ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ നിറക്കാമെന്ന്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നിറച്ചു കണ്ടോ. ഞാനിത് ഈ സെക്ഷൻ ഫുള്ളാക്കി ഇവിടെയും ഫുള്ളാക്കി. പക്ഷേ ടോയ്ലറ്റ് പേപ്പേഴ്സൊക്കെ വന്നു കേട്ടാ. അല്ലല്ലേ ടോയ്ലറ്റ് പേപ്പർ ഭയങ്കര സാധനം. ഇത് കണ്ടാ ഞാൻ 2 ഷെൽഫ് വെച്ച്, എന്നിട്ടും ഐ തിങ്ക് ഒരു 16 കൊള്ളുന്നുള്ളൂ ഇവിടെ. ഇതൊക്കെ കണ്ടു, ഒരു ഷെൽഫ് തന്നെ 12 കൊള്ളും. പക്ഷേ ഈ സാധനത്തിന് കൊടുക്കുന്ന സ്ഥലം ഇത്രയും സാധനം പിന്നും ബാക്കിയാ കേട്ടോ. ഫ്രിഡ്ജൊക്കെ ഞാൻ ഫുള്ളാക്കി. ഇവിടെ ഫ്രിഡ്ജ് ഫുള്ളാക്കി. ഇവിടെ ഒരെണ്ണം വന്ന്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഒരു സൈഡിലോട്ട് ആക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഓർഡർ അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ എന്തിനാ ചെയ്യണ്ട. പിന്നെ ഇത് നമുക്ക് ലൈക്ക് ആരോരോട് കമൻറ്റിൽ പറഞ്ഞ് ഇത് കുറച്ച് മറ്റേ സംഭവമല്ലേ, മറ്റേത് മറ്റേ ബുദ്ധിപരമായിട്ട് സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ എന്തൊരു സാധനത്തിനാണോ. ഇംഗ്ലീഷ് വാക്കായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിനെന്തൊരു കുഴപ്പമുണ്ടോ? എന്താ പ്രശ്നം ഇതിന്? എന്താണോ ലൈക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൊരു കട കുറച്ചുകൂടി വലുതാക്കാൻ പോയി. സ്റ്റോറേജ് റൂം ഞാൻ വലുതാക്കാൻ പോയി. അപ്പോൾ കാശ് ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഗ്രോത്ത് 2600 എന്തായാലും ഒന്നും നോക്കുന്നില്ല, അങ്ങോട്ട് വാങ്ങി. പക്ഷേ $470 ഉള്ളു കേട്ടോ. അത് ഞാൻ ഒന്ന് കട വെക്കട്ടെ. എങ്ങോട്ടാ വലുതായി? ഓ സെറ്റ്, ഇങ്ങോട്ട് വലുതായി. ഇതിപ്പോ എങ്ങനെ ഇടുങ്ങി? ആൾക്കാർ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് ആൾക്കാർ ക്യൂ നിൽക്കട്ടെ. എന്നിട്ട് ഇങ്ങോട്ട് കട വലുതായി കേട്ടോ. പക്ഷെ ഇത് പോരാ, കുറച്ചുകൂടി വലുതാക്കണം. അവിടെ ഇതെന്തൊരു ഇത്ര സാധനം ഉണ്ടായിട്ടോ. അവിടെ ഇരിക്കട്ടെ തൽക്കാലം. ക്യാഷറിനൊക്കെ നമുക്ക് ഇവിടെ നിർത്ത് മാറ്റണല്ലോ. അപ്പോൾ പക്ഷെ ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്വിച്ച് ഇവിടെ ഇരിക്കുന്നത്. സ്വിച്ച് മാറ്റാൻ പറ്റുമോ? ഞാൻ കണ്ടോ സ്റ്റോറേജ് റൂമൊക്കെ ഫുള്ളാക്കിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു എല്ലാ സാധനം സ്റ്റോർ ചെയ്യുന്നു. പക്ഷെ ഞാനിത് മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്തു. ഒരു അത്യാവശ്യം എമൗണ്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തായിരുന്നു ഇരുന്നിട്ട്. 2 ദിവസത്തിന് ശേഷമാണ് ആ വീഡിയോ ചെയ്തിട്ട് 2 ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. 2 ദിവസം ഞാൻ മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കട തുറന്നു, വീണ്ടും അടച്ചു. അതായിരുന്നു പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്റ്റോർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് റൂം എക്സ്പാൻഡ് ചെയ്യാണ്ട് ഈ ചെക്കൗട്ട് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഈ സ്റ്റോറേജ് റൂമിന് എത്ര ഇനി ഗ്രോത്ത്? സ്റ്റോറേജ് അല്ലേ 1200. 1200 സ്റ്റോറേജ് റൂം ഇത്ര എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ള ഇത്ര ഉള്ളൂ അല്ലേ? ഓക്കെ എടാ, പെട്ടെന്ന് അടിക്ക്. ഇതെന്താ സ്ഥലമുണ്ടാ? സ്ഥലമില്ല എടാ. കണ്ട ആള് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ആള് പണിയെടുക്കുന്നുണ്ട്. അവിടെ തീരുമാനിച്ചിട്ട് ആള് ഇതിനുണ്ട് ബാക്കിയുണ്ട്. ബാക്കിയുണ്ട്. ഒരു പെട്ടിക്കകത്ത് ഈ സാധനം 4 എണ്ണം കണ്ട് 4 എണ്ണമല്ല 8 എണ്ണം ഉണ്ടാവും. 8 എണ്ണം ഒരു പെട്ടിക്കകത്ത് ഉണ്ടാവുള്ളൂ. ആ 8 എണ്ണം നമുക്ക് ഇവിടെ ഒരു വരിക്കുള്ളൂ. അതാണ് മെയിൻ കാര്യം. സ്റ്റോറേജ് റൂം കുറച്ച് വലുതാക്കണം. സ്റ്റോറേജ് റൂമിൽ പുതിയ സ്റ്റാൻഡ് വെക്കണം. അതാണൊരു പരിപാടി. പിന്നെ കട കുറച്ചുകൂടി വലുതാക്കണം. ഞാൻ ഈ ഫാസ്റ്റാക്കി പോകാം. ഇത് നമുക്ക് ചെയ്ത കാര്യം തന്നെയാണ് വീണ്ടും ചെയ്യാനുള്ളത്. കട എന്താ പറഞ്ഞേ? 5 മതി. അതിൻ്റെ കാര്യം തന്നെയാണോ പറഞ്ഞവൻ? ആൾക്കാരെ സജഷൻ എടുക്കാം. സജഷൻ പറയൂ ഗൈസ്. അല്ല നിങ്ങളല്ല, ഇവൻ. യോഗട്ടിന് വില കൂടുതലാന്നാ കുറക്കാം. വേറെ എന്തേലും പറയണ്ടോ? വേറെ എന്തെങ്കിലും വില കൂടുതൽ അങ്ങനെ എന്തെങ്കിലും അറക്കി അങ്ങോട്ടേ. 645 ആയിട്ടുള്ളൂ കേട്ടാ. 10 ഇനിയും വേണം. മോനെ നീ പണിയെടുക്കുന്നുണ്ടാ? എവിടെ? പണിയെടുക്കുന്നുണ്ടാണ്. ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ സെറ്റാണ് നമ്മളെ കുഞ്ഞപ്പൻ, സ്റ്റോക്കർ കുഞ്ഞപ്പൻ. അവനാരായിരുന്നു? സാബുവും കുഞ്ഞപ്പനും. നമുക്ക് ഒരാളും കൂടെ എടുക്കണം കേട്ടാ. നിങ്ങൾ കമൻറ്റിൽ പേര് സജസ്റ്റ് ചെയ്യൂ. അതായത് ഒരു കാഷ്യറിനെയും വേണം, ഒരു സ്റ്റോക്കറിനെയും വേണം. നമുക്ക് കാഷ്യർ സാബുണ്ട്, സ്റ്റോക്കർ കുഞ്ഞപ്പനുണ്ട്. കുഞ്ഞപ്പനല്ലേ, കുട്ടപ്പൻ. കുട്ടപ്പനായിരുന്നു കേട്ടോ. സ്റ്റോക്കർ കുട്ടപ്പനായിരുന്നു. എടാ 1200 ആക്കട പെട്ടെന്ന്. ഞാൻ ചെക്കൗട്ട് നോക്കട്ടെ. എനിക്ക് സ്റ്റോറേജ് റൂം വലുതാക്കാനുള്ളതാ. 1200 വേണം. ഞാനും കൂടി ബില്ലടിക്കണം, എന്നാലേ കാര്യമുള്ളൂ. വേഗം ചേച്ചി. താഴോട്ട് 56 50
കണ്ട ഞാൻ കേച്ചറിൽ നിന്ന ഇതാ കുഴപ്പം. ആൾക്കാർ ഇങ്ങോട്ട് നിരന്ന് തരും. എല്ലാവർക്കും എന്നെ മതി. കുറണ്ടത് 145. കാശ് പിടി തുടങ്ങി. $145 റെക്കോർഡ് ബ്രേക്കർ. അയ്യോ ആളെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞല്ലേ. ഈ ബാക്കിയില്ലാണ്ട് എന്തിനാണ് നോക്കിക്കുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എത്ര രൂപ വന്നെന്ന്? പിന്നെ ബാക്കി ഞാൻ ഇല്ലാന്ന് പറയണതിൻ്റെ നോക്കി നിൽക്കുന്നതിന് കറക്റ്റ് കാശ് പറഞ്ഞു കൊടുക്കൊണ്ട് തരും. എന്നിട്ടും കാത്തുക്കും. $40 കൊണ്ടുപോയ പോലെ വല്ലതും കിട്ടുന്ന വെച്ചിട്ടാവും. കണ്ട ടോയ്ലറ്റ് പേപ്പർ ഉണ്ടോ? ഈ സാധനത്തിന് വലിപ്പം കണ്ട. അതിൻ്റെ ബാക്കിൽ ഇത്ര സാധനങ്ങളുണ്ടെന്ന് പിന്നെ പറയാൻ പറ്റില്ല. ഇതൊന്നും ആരും എടുക്കുന്നില്ലേ? വില കൊടുത്തില്ലല്ലോ. അല്ല ഇത് വെക്കാറ്റു. വന്നു വരുന്നു. ഇതാണ് വാങ്ങിക്കോട്ടെ. $14. കറക്റ്റ് ഏതാ? ഇതിനും കുറവുണ്ടാ അല്ലേ? നമുക്ക് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് കുറവാ. ഞാൻ ഫ്രീസർ 2 എടുത്ത് പുറത്ത് കൊടുന്നു ചെയ്യും. അപ്പോൾ വെറുതെ അവിടെ വെച്ചിട്ട് കാര്യമില്ല. ഫ്രീസറിൽ വെക്കുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് വെച്ചു. അടിയടെ ബില്ലടിക്കാൻ അവിടെ വന്ന്. ഇവിടേക്ക് ലൈറ്റ് വെക്കണമല്ലോ. ഡീലാക്കൂല ഇന്ന് തന്നെ വെക്കും. കമന്റ് ഒന്നും ചെയ്യട്ടെ. ആൾക്കാർ ലൈറ്റ് വെക്കാത്തതിന് കഴിഞ്ഞ അന്നത്തെ 2 ലൈറ്റ് വെക്കാത്തതിന് തന്നെ എന്തൊക്കെയായിരുന്നു അറിയാം പറഞ്ഞേ. ഭീഷണി അറിയപ്പെടുത്തി. അവിടെ ഇവന്റെ അടുത്തവിടെ ലൈറ്റ്. അവൾക്ക് ലൈറ്റില്ല കേട്ടത്തി. എനിക്ക് തോന്നണ ഇനി അടുത്ത സെക്ഷൻ ഇതാവും വരിക കേട്ടാ. ഇതിങ്ങനെ ഓപ്പണായി 1 2 ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുക. പെട്ടെന്ന് വാങ്ങോട്ട്. ഇതെന്തൊരു ക്ലീൻ ഡിഷ്. ഇതിന് എത്ര അധികമൊക്കെ ഒരു തീരുന്നില്ലത്. $154. അടുത്ത റെക്കോർഡ്. വെയിറ്റ് ഫോട്ടോ പ്ലീസ്. ചിരിക്ക് ലൈറ്റില്ലാത്തോണ്ടാണ്. അത് കുഴപ്പമില്ല. ചിരിക്കുന്നു. ഓടിയാടുന്നു. ഒരു ചായപ്പൊടിക്ക് വേണ്ടിട്ടാണ്. ഇടക്കൊക്കെ കാശ് കൂടി പോകുന്നുണ്ട്. ഇതിനും പോയാ ഒന്നും പോയില്ല. ഇതിലൊക്കെ കണ്ട 3 ഉള്ളൂ. ഐഡിയ ഉണ്ട്. അവനിപ്പോ ആ പെട്ടെടുത്തോട്ട് ഇങ്ങോട്ട് വരും മിക്കവാറും അത് ഫുള്ളാക്കാൻ. അപ്പത്തേക്കും ഞാൻ അത് ഫുള്ളാക്കിയാക്കട്ടെ. അതേ പോണ്. കണ്ട ഞാൻ ഇപ്പൊ എടുത്തോടുന്ന സാധനം കൊണ്ടാവാൻ വന്നിക്കുന്നു. എത്ര രൂപ ലാഭം കിട്ടി. നമുക്ക് പുതിയ സെക്ഷൻ വാങ്ങിക്കാനുള്ളതായി കേട്ടാ. 2200. നമുക്ക് സ്റ്റോക്കും എടുക്കണം. അത് വേറെ കാര്യം. എത്ര രൂപ ലോൺ കിട്ടണോ? ലോൺ എടുക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ടേക്ക് ലോൺ. 5000 വരെ എടുക്കാറ്റുള്ള. 5000 ഞാൻ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കും കടയിൽ. കഴിഞ്ഞു. വെളിച്ചം കാത്തി നിൽക്കുന്ന കേട്ടാ. 1 2 3 1 അയ്യോ അതില്ല. 1 2 3 6 ലൈറ്റ് വേണം. 6 ലൈറ്റ്. ഓക്കെ. അപ്പോൾ 2402 ബാലൻസ് ഉണ്ട്. മൈനസാണ്. നമ്മൾ ഇന്ന് കുറേ സാധനം വാങ്ങിയില്ലേ. കുറേ സാധനം മീൻസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വാങ്ങിയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഡേ തുടങ്ങിയത്. സേവിയോൺസ് ഹാൻഡ് സോപ്പിന് കുറഞ്ഞു. സ്ലൈസഡ് ബെഡും കുറഞ്ഞു. ഇതാണ് സാധനം. 2.3.
സ്ലൈസ്ഡ് ബ്രെഡ് അവിടെ. $1.5 നല്ല കുറഞ്ഞ കേട്ടോ ഇതിന്. $1 നഷ്ടം അല്ല, കുറവ്. സ്റ്റോക്ക് എടുത്ത് വെച്ചാൽ കുറഞ്ഞില്ല. നമുക്ക് എന്തായാലും ഫസ്റ്റ് ലൈറ്റ് വെക്കാം. മാർക്കറ്റ് ഫർണിച്ചർ 6 ലൈറ്റ്. $4 ഷിപ്പിംഗ് ചാർജ്. ഒന്ന് ഒരു ഓർഡർ കാര്യം നോക്കണ. അടുത്ത ലൈറ്റ്. നിങ്ങ ലൈറ്റ് തമാശ കളിക്കുന്ന. ഓക്കെ അത് സെറ്റ്. ഇവിടെ ചിലൊരു പ്രശ്നമുണ്ട്. ഓ ഇത് കറക്റ്റ് ഓർഡർ അല്ല കേട്ടാ. നമുക്ക് ഓക്കെ ഓക്കെ 2 ഇത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? അയ്യോ കടറ പുറത്താരും ലൈറ്റ് വെക്കാൻ പറ്റുമെന്ന് വെച്ച്. കടറ പുറത്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടാ. നോ അവിടെ വെക്കാൻ പറ്റും. അവിടെ വെക്കാം. രാത്രി എങ്ങനെ ഉണ്ടാവും? ഓ അയ്യോ റിഫ്ലക്ഷൻ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് റൂം വലുതാക്കാം. സ്റ്റോറേജ് ഓക്കെ. $1200 കൊടുത്തിട്ട് സ്റ്റോറേജ് റൂം വാങ്ങിയ. എങ്ങോട്ടാ വലുതായി? വാതിൽ തുറന്നാ? യെസ് വാതിൽ തുറന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം തുറന്ന് അങ്ങോട്ട്. അയ്യോ സ്ഥലം കുറവാണ്. കുഴപ്പമില്ല. ഇത്രക്കൊക്കെ സ്ഥലം വേണം ഇതിന്. അതാരാ പോയി? നമുക്ക് 2 ഷെൽഫും കൂടി വാങ്ങിക്കണം കേട്ടാ. ഗ്യാപ്പ് ഇട്ടാൽ അവന് ഇരിക്കാൻ പറ്റൂ. കേട്ടെ അവിടെ സ്ഥലം കുറവാണില്ല. ഓക്കെ അവിടെ സെറ്റ്. അപ്പോൾ അത് സെറ്റായി. നമുക്കൊരു 1 2 കുറച്ച് സ്റ്റാൻഡ് അങ്ങോട്ട് വാങ്ങിക്കാം. ഒരു പ്രശ്നമില്ല. സ്റ്റോറേജ് റൂം ഇനി എത്ര വലുതാക്കാൻ പറ്റും? സ്റ്റോറേജ് റൂം റിക്വയർഡ് സെക്ഷൻ 4. എടാ സ്റ്റോറേജ് റൂം നമുക്ക് മൊത്തം വലുതാക്കാം. ഒരു കുഴപ്പമില്ല. കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ളൂ. നമുക്ക് അടുത്തതിൽ സ്റ്റോറേജ് റൂം ഫുള്ളി വലുതാക്കാം കേട്ടാ. ഫുള്ളി അപ്ഗ്രേഡിങ് ആണ് അടുത്ത വീഡിയോയിൽ സ്റ്റോറേജ് റൂം. എന്താ വാങ്ങിക്കണ്ടേ? ഇത് വാങ്ങിയ കാശ് തരുമല്ല. ഞാൻ ഇതിന് കട അടച്ചിരിക്കണേ. കട വന്നിട്ടൂടെ? എന്നാൽ കാശും കയറും. കച്ചവടം നടക്കും. വെറുതെ മണ്ണൻ തന്നെ. പണെടുക്കാൻ ആളൊക്കെ നിർത്തിയിട്ട് ഞാൻ കടയും പൂട്ടിട്ടിരിക്കുന്ന. എന്താ നോക്കി? ഓക്കെ അത് സെറ്റ്. ഇരിക്കും അത്. ഇരിക്കും കേട്ടോ. ഓക്കെ കൂടെ പോയി. ഓക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ എന്തൊരു ബുദ്ധിമുട്ട്. പ്രശ്നമാണ്.
ഒന്നിങ്ങോട്ട് ഈ ഇടം കളിയാക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അവനെ. ആ കമ്പ്യൂട്ടർ ടേബിളും കൂടി ഇവിടെ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടാ. പറ്റുമോ? ആ പറ്റും കേട്ടാ. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് സെറ്റ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. സാധനം നോക്കുന്നു, ഇവിടുന്ന് ബില്ലടിക്കുന്നു. ഓ തെറ്റ്. അപ്പൊ അത് റെഡിയായി. എന്തിനു സാധനം കുറവുണ്ടാ? ഇല്ല, എല്ലാ സ്റ്റോറേജ് റൂമിലുള്ളതുകൊണ്ട് എല്ലാം ഞാൻ കറക്റ്റ് കൊടുത്ത് നിർത്തുന്നുണ്ട്. അടുത്ത നമുക്ക് ഫുള്ളി സെറ്റാക്കണം കേട്ടാ. സ്റ്റോറേജ് റൂം നമുക്ക് ഫുള്ളി മാക്സ് ആക്കാം. അടുത്ത വീഡിയോ ആവട്ടെ. അടുത്ത വീഡിയോ ആക്കുമ്പോൾ എത്ര രൂപ ഇപ്പോൾ വേണ്ടി വരും? ബില്ലും അടക്കണ്ട. ആ എടാ സീറോ ആയിരുന്നു. കറക്റ്റ് സീറോയിൽ എത്തിയിരുന്നു. അവിടെ കറക്റ്റ് 101 രൂപ ബില്ല് അടച്ചോണ്ട് വന്ന്. പിന്നെ സ്റ്റോറേജ് 1800, 4000, 6000, 7000 രൂപ ഉണ്ടെങ്കിൽ ഫുള്ളി അപ്ഗ്രേഡ് ചെയ്യാം. കുഴപ്പമില്ല. അടുത്ത വീഡിയോ ഞാനൊരു 5000, 6000 രൂപ ആക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം അതാണ് സെറ്റാണ്. പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണ്ട. പ്രോഡക്റ്റ് ലൈസൻസ് സ്റ്റോറേജ് റൂമിലൊന്ന് സാധനങ്ങളൊന്ന് ഫുള്ള് സ്റ്റോർ ചെയ്യട്ടെ, എന്നിട്ട് പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാൻ ഞാൻ. അല്ലെങ്കിലേ ശരിയാവൂല. ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, ഇതൊക്കെ സെറ്റല്ലേ. ആ ചുവപ്പ് ഫ്ലോർ തീർന്നിരിക്കുന്നു കേട്ടാ. ചുവപ്പ് ഫ്ലോർ തീർന്ന് തിരിക്കൂല. ചുവപ്പ് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ചുവപ്പ് ഫ്ലോർ 2 പെട്ടി തരട്ടെ. 2 പെട്ടി ചുവപ്പ് ഫ്ലോർ സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് മറ്റേ ഫുള്ളാക്കിയിട്ട് വരാം. ലൈക്ക് ഒരു $7000 ആവണതിൻ്റെ മുമ്പായിട്ട് ഞാൻ വരാം. എന്നിട്ട് നമുക്ക് സ്റ്റോറേജ് റൂം അങ്ങോട്ട് ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഫുള്ളിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് വരാം. അതാണ് അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഫുൾ അപ്ഗ്രേഡിങ് സ്റ്റോറേജ് റൂം അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു സെക്ഷനും കൂടി വാങ്ങിക്കാം. ഞാൻ ഒരു $10,000-15,000 അപ്പം ഉണ്ടാക്കണം. അപ്പം ഞാനത് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗ്രോത്ത് മറ്റേ കുറച്ചും കൂടി സ്ഥലം എടുത്ത് സൂപ്പർ മാർക്കറ്റിന്, പിന്നെ സ്റ്റോറേജ് റൂമും കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വീഡിയോയിൽ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ഓഫ്ലൈനിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി ഫുൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ പറ കേട്ടാ. ലൈക്ക് ഈ ഒരു ഓർഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ പറ, നമുക്കത് സെറ്റാക്കാം. ഇഷ്ടപ്പെടാത്തവർ എത്ര ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ടവർ എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ പറ കമൻറ്റിൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്ട്രീം എന്ന് പറയുന്നത് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്. തെറ്റാ എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.